അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നോക്കാൻ പോകുന്നത്. നമുക്ക് മാത്സിൽ ഒരു ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്. അപ്പോൾ നമുക്ക് ആദ്യം വേരിയബിൾ എന്താണെന്നൊക്കെ അറിയാം. അപ്പോൾ ഇനി നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് അതിനായിട്ട് എക്സാമ്പിളായിട്ട് ഒരു ഇക്വേഷൻ എടുക്കാം. ഇക്വേഷൻ y = x+2 എന്നുള്ള ഇക്വേഷനിൽ നമ്മൾ എക്സിന് ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് വൈക്ക് വാല്യൂ ചേഞ്ച് ആവുന്നത്. എക്സിന് നമ്മൾ ഏതൊക്കെ വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ച് വൈ ചേഞ്ച് ആവും. ആ സമയത്ത് നമ്മൾ പറയുന്നതാണ് എക്സിനെ എന്തെന്ന് പറയും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ വൈ എന്താണ്, വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. വൈ എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, അപ്പോൾ എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. വൈ എന്തിനനുസരിച്ച് മാറുന്നു, എക്സിനനുസരിച്ച് മാറുന്നു. ഇപ്പോൾ എക്സിന് നമുക്ക് 1 എന്ന് കൊടുക്കാം. എക്സിന് 1 എന്ന് കൊടുത്താൽ y = എന്തായി, 3 ആയി. ഇപ്പോൾ എക്സിന് 2 എന്ന് കൊടുക്കുന്നു. എക്സിന് 2 എന്ന് കൊടുക്കുമ്പോൾ y = 4 ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സിന് എത്രയൊക്കെ വാല്യൂ നമ്മൾ കൊടുക്കുന്നു അതിനനുസരിച്ച് വൈക്ക് ചേഞ്ച് വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻറ്റ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമുക്കൊരു എക്സാമ്പിളാണ് നോക്കിയത്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. z = x² + y². ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇസഡിൻ്റെ വാല്യൂവിൻ്റെ ചേഞ്ച് കൊണ്ട് ഒരിക്കലും എക്സിൻ്റെ വൈയുടെ വാല്യൂവിന് ചേഞ്ച് വരത്തില്ല. എന്നാൽ എക്സിൻ്റെയും വൈയുടെ വാല്യൂവിൻ്റെ ചേഞ്ച് കൊണ്ട് ഇസഡിന് ചേഞ്ച് വരും. ആ ഒരു അവസ്ഥയിൽ പറയുന്നതാണ് നമ്മൾ എക്സും വൈ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നും ഇസഡിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും പറയും. ഓക്കെ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണെന്ന്. ഇവിടെ നമുക്ക് രണ്ടാമതുള്ള ഇക്വേഷനിൽ നമുക്ക് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനെ കാണാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമുക്ക് ഇവർ രണ്ടുപേരുടെയും ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ: ദ വേരിയബിൾ ഹൂസ് വാല്യൂ ഈസ് ടു ബി ഒബ്റ്റെയിൻഡ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഏതിൻ്റെയാണോ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അതിനെയാണ് നമ്മൾ പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന്. ഇപ്പോൾ ഇവിടെ ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? y = x+2 എന്നുള്ള ഇക്വേഷനിൽ ഏതായിരുന്നു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? y ആയിരുന്നു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഏതിൻ്റെയാണോ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എന്നാൽ ഇപ്പോൾ നമ്മൾ അടുത്തതാണ് നമ്മൾ പറഞ്ഞത് എക്സിന് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു. അതിൻ്റെ ഡെഫിനിഷൻ കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്താണ്? ദ വേരിയബിൾ ടു വിച്ച് വാല്യൂ ഈസ് അസൈൻഡ് ഈസ് കാൾഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഏതിലോട്ടാണോ വാല്യൂ അസൈൻ ചെയ്യുന്നത് അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇപ്പോൾ നമ്മുടെ പറഞ്ഞ ഇക്വേഷനിൽ y = x+2 എന്നുള്ള ഇക്വേഷനിൽ എക്സ് എന്തായിരുന്നു, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിരുന്നു. അതായത് എക്സിന് അവിടെ ചേഞ്ച് ഒന്നും വരത്തില്ല, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും. വൈക്ക് എക്സ് മൂലം ചേഞ്ച് വരും എന്നുള്ള രീതിയിൽ പറയുമ്പോഴാണ് അത് ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റും വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.